സംസ്ഥാനത്ത് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 5 വയസ്സിൽ താഴെയുള്ള 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ നടന്നു. ഇടുക്കി ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ള 53,813 കുട്ടികൾക്കാണ് ഓരോ ഡോസ് തുള്ളിമരുന്ന് വീതം നൽകുന്നത്. ഭാരതത്തെ പോളിയോ വിമുക്തമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദേശവ്യാപകമായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 53,813 കുട്ടികൾക്ക് ഓരോ ഡോസ് തുള്ളിമരുന്ന് പരിപാടിയുടെ ഭാഗമായി നൽകുവാൻ ലക്ഷ്യമിടുകയാണ്. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുൾപ്പെടെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിപാടികൾ ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നിന്ന് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും ഇതിനകത്ത് പങ്കെടുപ്പിക്കാനായിട്ട് മാതാപിതാക്കളും പൊതുജനങ്ങളും ശ്രദ്ധിക്കണമെന്നുകൂടെ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇപ്പോൾ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അയൽ രാജ്യമായതുകൊണ്ടും അവിടേക്ക് ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്നുള്ളതുകൊണ്ടും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പോളിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പോളിയോ വാക്സിൻ ഇന്ത്യയിലൊട്ടാകെ വിതരണം ചെയ്യുന്നത്. 1980കളിൽ രാജ്യത്ത് പ്രതിവർഷം 1.5 ലക്ഷത്തിലധികം കുട്ടികൾക്ക് അംഗവൈകല്യത്തിന് കാരണമായ പോളിയോ രോഗം 1995 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചതിന് ശേഷം ക്രമമായി കുറച്ചു. 2011 ശേഷം ഭാരതത്തിൽ നിന്ന് പോളിയോ വൈറസിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ സാധിച്ചു. 2026 ജനുവരി 13 ഭാരതം പോളിയോ വിമുക്തമായി 15 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പോളിയോ രോഗം ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ലോകം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.